എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നിശ്ചിത ഇടവേളകളിൽ നമ്മുടെ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ഋഷീശ്വരന്മാരെയും തെറി പറഞ്ഞില്ലെങ്കിലോ രംഗത്ത് കൊണ്ടുവന്നില്ലെങ്കിലോ നമുക്ക് ഉറക്കം വരത്തില്ല. ഇടയ്ക്ക് അയ്യപ്പനെ കൊണ്ടുവരും, അയ്യപ്പനെ ഏറൽ നിർത്തി നമ്മൾ ചില പരിപാടികൾ നടത്തും. ഇതുപോലെ നമ്മൾ ഏറൽ നിർത്തി ചെയ്യുന്നൊരു പരിപാടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച്. ചട്ടമ്പിസ്വാമികൾ, അയ്യാഗുരു, അതുപോലെ തന്നെ ശ്രീനാരായണ ആദിശങ്കരൻ, വൈകുണ്ഠസ്വാമി, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അത്ര ശല്യം ചെയ്യുന്നില്ല. ഗുരുദേവനെ വലുതായിട്ട് നമ്മൾ ശല്യം ചെയ്യും. കഴിഞ്ഞ ദിവസം പെരിങ്ങമലയിലുണ്ടായ ഒരു കൺവെൻഷൻ, SNDP കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ മഹാനാണ്, മിടുക്കനാണ്, ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് പറഞ്ഞത്, ഗുരുവിൻ്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ കാലത്ത് SNDP യോഗം സാമ്പത്തികമായി ഉന്നതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. പുതുതലമുറയ്ക്ക് വഴികാട്ടാൻ ഒരു നേതാവിന് എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തന്നുവെന്നാണ് മുഖ്യമന്ത്രി വന്ന്. മഹത്തായ പ്രസ്ഥാനമാണ് SNDP. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ നേതൃത്വമാണ് വെള്ളാപ്പള്ളി നയിക്കുന്നത്. ഒരു പ്രസ്ഥാനത്ത് നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറയ്ക്ക് വഴികാട്ടാൻ ഒരു നേതാവിന് എത്രത്തോളം നിശ്ചയദാർഢ്യം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ സംഘടനയെ ശക്തമായ സാമ്പത്തിക ശക്തിയെ വളർത്തുന്നതിൽ അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണം അഭിനന്ദനാർഹമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസവും യഥാർത്ഥ സാമൂഹ്യനീതി നടപ്പിലാക്കുന്ന ഗുരുവിൻ്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഗുരുവിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്ത് ഇനിയും നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഒന്ന് തള്ളിമറിച്ചിട്ടുണ്ട്. അപ്പോൾ ചാനലുകളായ ചാനൽ പറഞ്ഞു, ഗുരുദേവൻ കഴിഞ്ഞാൽ അടുത്ത ആൾ വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ള നിലയിൽ ചാനലുകളും തള്ളിമറിച്ചു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക പ്രാധാന്യം SNDPക്കുണ്ടെന്നും സമൂഹ ചരിത്രത്തിൽ പ്രത്യേക ഘട്ടത്തിൽ ജാതിയും അനാചാരങ്ങളുമെല്ലാം ഇരുട്ടിൽ തപ്പി അന്ധവിശ്വാസങ്ങൾ നടന്ന സമയത്ത് SNDP യോഗം ഗുരു സ്ഥാപിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ഗുരുദേവന്റെ ആഹ്വാനം നാടാകെ ഏറ്റെടുത്തു. ഇതിന്റെ ഫലം സമൂഹത്തിൽ കാണാൻ സാധിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വെള്ളാപ്പള്ളിയുടെ റോൾ ചെറുതല്ല. വെള്ളാപ്പള്ളി ഒരു സംഭവമാണ്. ഗുരുവിന്റെ ദർശനം പ്രായോഗികം നടപ്പിലാക്കുന്ന SNDP യോഗം വഹിച്ച മുൻകൈ വിവരണാതീതമാണ്. എൻ്റെ വാക്കല്ല കേട്ടോ, മുഖ്യമന്ത്രിയുടെയാണ്. പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ വലിയ പ്രവർത്തനമാണ് SNDP നടത്തുന്നത്. അതുകൊണ്ട് SNDPയെ സമൂഹത്തിൽ ഭിന്നത പുലർത്തി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജാതിയും മതവും അന്ധവിശ്വാസവും എല്ലാം വേര് പിടിക്കുന്ന കാലത്താണ് താമസിക്കുന്നത്. അപ്പോൾ വർഗീയത ഏത് രൂപത്തിലായാലും സമൂഹത്തിന് വിനാശകരമായ ഒന്നാണ്. അത് സമൂഹത്തെ നശിപ്പിക്കുകയും വിഭാഗീയത വിഷവിത്തുകൾ മനുഷ്യ മനസ്സുകളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തിരിച്ചറിയണം എന്നെല്ലാം പറഞ്ഞ് കേരളത്തിൻ്റെ വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുദേവനെ സ്വന്തമാക്കാൻ വർഗീയ ശക്തികൾ പാടുപെടുന്നുണ്ട്. BJP ആയിരിക്കും ഉദ്ദേശിച്ചത്. വർഗീയതയുടെ വിഷം ചീറ്റാൻ ഗുരുവിൻ്റെ തന്നെ ദർശനങ്ങൾ എതിരുപയോഗിക്കാൻ ശ്രമിക്കുന്നതും കാണാം. ഗുരു എന്നും വർഗീയത എതിർത്തിരുന്നു. മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, ഗുരു ഒന്നിപ്പിക്കാനാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് ഈ ഗുരുദേവൻ്റെ വിഗ്രഹവും വലിച്ചു കെട്ടി അതിനകത്ത് ചെരുപ്പുമാലയിട്ട് അതിങ്ങനെ വക്രീകരിച്ചുകൊണ്ട് വികൃതമായ രീതിയിൽ കണ്ണൂരിലൂടെ കൊണ്ടുപോയപ്പോൾ പിണറായി വിജയൻ എവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യം കൂടി വളരെ വ്യക്തമായിട്ട് സഹാക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സഹാവ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി ഭക്തനായി മാറിയോ, അതുപോലെ തന്നെ ഗുരുഭക്തനായി മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞ EMSനോട് പിണറായി യോജിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊന്നും പറഞ്ഞത് ചരിത്രത്തെ മറന്നുകൊണ്ടോ ചരിത്രത്തെ ഓർമ്മിപ്പിക്കാതിരുന്നുകൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും ഗുരുദേവൻ്റെ സങ്കല്പങ്ങളെ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഗുരുദേവൻ്റെ പ്രവർത്തികളെ നമുക്ക് ആദരിക്കാം, ബഹുമാനിക്കാം. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഗുരുദേവന്മാരാണെന്ന് പറഞ്ഞുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഗുരുദേവനാണ് അല്ലെങ്കിൽ ഗുരുദേവനെ പോലെയാണെന്നൊക്കെ പറയുന്നത് ഒരു ഒന്നൊന്നര തള്ളാണ്. അതിൻ്റെ ആവശ്യമില്ല.